മൂന്നാറിൽ വലിയ തുക മുടക്കിയ കുടിവെള്ള പദ്ധതി പാതി വഴിയിൽ നിലച്ചു. പദ്ധതി പ്രതിസന്ധിയിലായതോടെ കോടികൾ മുടക്കി നിർമ്മിച്ച തടയണകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. മൂന്നാർ ടൗണിന് സമീപം കന്നിമലയാറ്റിലാണ് നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് ചെറുകിട ജലസേചന വകുപ്പ് ബണ്ടുകൾ സ്ഥാപിച്ചത്. ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ 2019 മൂന്നാർ ടൗണിന് സമീപവും 1 കിലോമീറ്റർ മുകളിൽ മുതുവൻപാറ ഭാഗത്തും കന്നിമലയാറിന് കുറുകെ 2 തടയണകൾ നിർമ്മിക്കുന്ന ജോലികൾക്ക് തുടക്കമിട്ടത്. നിർമ്മാണം 2022 മാർച്ചിൽ പൂർത്തിയായി. ശുദ്ധജലക്ഷാമം രൂക്ഷമായ മൂന്നാർ ടൗൺ കോളനി പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാനുള്ളതായിരുന്നു പദ്ധതി. എന്നാൽ പദ്ധതി പാതി വഴിയിൽ നിലച്ചതോടെ കോടികൾ ചെലവിട്ട് നിർമ്മിച്ച തടയണകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. ശുദ്ധജല വിതരണത്തിന് വേണ്ടി ആ പദ്ധതി അവിടെ കൊണ്ടുവന്നു. പക്ഷെ കൊണ്ടുവന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് കൊണ്ടുവന്നത്. പക്ഷേ അത് തുടർച്ചയായിട്ട് ഇന്നത്തെ ഈ സർക്കാർ അത് എന്താണ് അതിന് ചെയ്തിരിക്കുന്നത്? അത് മുഴുവനും ആ ഡാമിൻ്റെ അടിഭാഗത്ത് മുഴുവനും മണ്ണൊഴിച്ചങ്ങോട്ട് പോയി. വെറുതെ അതിനകത്ത് ചിലവാക്കിയ പൈസ മുഴുവനും വെറുതെയായി. ശുദ്ധജലം വിതരണം ചെയ്യാൻ മൂന്നാർ കോളനിയിലും മൂന്നാർ ടൗണിലും ശുദ്ധജല വിതരണത്തിന് വേണ്ടി കൊണ്ടുവന്ന ആ പദ്ധതി ഇത് എങ്കും എത്താതെ ഇപ്പം മുഴുവനും അത് ഒന്നുമില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥം. നബാർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് ചെറുകിട ജലസേചന വകുപ്പ് ബണ്ടുകൾ സ്ഥാപിച്ചത്. കന്നിമലയാറ്റിലെ വെള്ളം തടഞ്ഞു നിർത്തി ടാങ്കിൽ സംഭരിച്ച് വിതരണം ചെയ്യാനുള്ളതായിരുന്നു പദ്ധതി. ഇത് പഞ്ചായത്തിന് കൈമാറുമെന്നും ടാങ്കും പൈപ്പുകളും സ്ഥാപിച്ച് പഞ്ചായത്ത് ജലവിതരണം നടത്തണമെന്നുമായിരുന്നു ധാരണ. എന്നാൽ പദ്ധതി പ്രായോഗികമല്ലെന്നും വൻ പണച്ചെലവ് വരുമെന്നും ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പിന്മാറി. ഇതോടെയാണ് 1.5 വർഷമായി ഈ തടയണകൾ ഉപയോഗശൂന്യമായി കിടക്കുന്നത്. പദ്ധതി പ്രായോഗികമാണോ എന്ന് മതിയായ പഠനം നടത്താതെ തടയണകൾ സ്ഥാപിച്ചത് തിരിച്ചടിയായെന്നാണ് ആക്ഷേപം. ന്യൂസ് ബ്യൂറോ, അടിമാലി.